നമസ്കാരം. ഇൻഷുറൻസ് പോളിസി വാങ്ങിയ ശേഷം നിബന്ധനകളും വ്യവസ്ഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരികെ നൽകാം എന്ന് നിങ്ങൾക്കറിയാമോ? സറണ്ടർ ചാർജ് നൽകാതെ പോളിസി ക്യാൻസൽ ചെയ്യാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഫ്രീ ലുക്ക് പീരീഡ് എന്നാണ് ഈ സൗകര്യത്തിന്റെ പേര്. എന്നാൽ മിക്ക ഉപഭോക്താക്കൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഏജന്റുമാർ അതിനെക്കുറിച്ച് ഒരിക്കലും പറയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സൗകര്യം എന്താണെന്നും അത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഓരോ ഇൻഷുറൻസ് കമ്പനിയും ഉപഭോക്താക്കൾക്ക് ഫ്രീ ലുക്ക് പീരീഡ് എന്ന ഓപ്ഷൻ നൽകുന്നുണ്ട്. ഇതിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോളിസി തിരികെ നൽകാം. ഇൻഷുറൻസ് കമ്പനി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ IRDA ഇൻഷുറൻസ് മേഖലയിലെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കായി നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഫ്രീ ലുക്ക് പീരീഡ്. പോളിസി പിൻവലിക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ള ഫ്രീ ലുക്ക് പീരീഡ് 15 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി ഉയർത്താൻ IRDA ശുപാർശ ചെയ്തിട്ടുണ്ട്. എല്ലാ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലും ഫ്രീ ലുക്ക് പീരീഡ് സൗകര്യം ലഭ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിൽ കുറഞ്ഞത് 3 വർഷത്തെ കാലാവധിയുള്ള പോളിസികളിൽ ഇത് ലഭ്യമാണ്. നിശ്ചിത കാലയളവിനുള്ളിൽ നിങ്ങൾ പോളിസി തിരികെ നൽകുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ പ്രീമിയം തിരികെ നൽകും എന്നതാണ് പ്രത്യേകത. സൗജന്യ ലുക്ക് കാലയളവിൽ പോളിസി റദ്ദാക്കാൻ പോളിസി ഉടമയ്ക്ക് ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെടാം. ഇതിനായി കമ്പനിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ ഫ്രീ ലുക്ക് ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാം. ഓഫീസിലെത്തിയും അപേക്ഷിക്കാം. പോളിസി റദ്ദാക്കാൻ ഒറിജിനൽ പോളിസി ബോണ്ട്, പ്രീമിയം രസീത്, റീഫണ്ടിനുള്ള റദ്ദാക്കൽ ചെക്ക് എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി കുറെ പേരുടെ മറ്റൊരു സംശയമാണ് ഈ ഗർഭകാല ഇൻഷുറൻസ് കവറേജ്. അത് എന്തിനൊക്കെ ലഭിക്കും, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നത്. അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏകദേശം 22% സ്ത്രീകളും ഉയർന്ന പ്രസവ പരിചരണ ചെലവുകളാണ് നേരിടുന്നത്. മെഡിക്കൽ ചെലവുകൾ കുതിച്ചുയരുന്നത് ഗുണനിലവാരമുള്ള പ്രസവ പരിചരണം കൂടുതൽ ചിലവേറിയതാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രസവ ആരോഗ്യ ഇൻഷുറൻസ് ഏറെ പ്രധാനമാണ്. പ്രസവം, പ്രസവത്തിന് മുമ്പും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക ആരോഗ്യ പോളിസിയാണ് മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ്. സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസവവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനാണ് മെറ്റേണിറ്റി ഇൻഷുറൻസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാധാരണയായി ഇത് ഫാമിലി ഫ്ലോട്ടർ പ്ലാനുകളിൽ ഒരു ആഡ് ഓൺ ആയാണ് നൽകുന്നത്. ഗർഭകാലത്തെ സങ്കീർണതകളും ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ സാധാരണ പ്രസവങ്ങളും സിസേറിയനും ഉൾക്കൊള്ളുന്നു. പിന്നീട് പ്രസവത്തിന് മുമ്പും ശേഷവുമുള്ള പരിചരണമാണ്. ഗർഭകാലത്ത് ഡോക്ടർമാരുടെ കൺസൾട്ടേഷനുകൾ, അൾട്രാസൗണ്ട് സ്കാനുകൾ, മരുന്നുകൾ, പ്രസവത്തിന് ശേഷമുള്ള തുടർ സന്ദർശനങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് നവജാത ശിശു കവറേജ്, അതായത് പല പോളിസികളും നവജാത ശിശുക്കൾക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് കവറേജ് നൽകുന്നതാണ്. വാക്സിനേഷനുകളും മെഡിക്കൽ ചികിത്സകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. മറ്റൊന്ന് ആംബുലൻസ് ചാർജുകളാണ്. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളിൽ ആവശ്യമായ അടിയന്തര ആംബുലൻസ് സേവനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊന്ന് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് നെറ്റ്വർക്കിലുള്ള ആശുപത്രികൾ ക്യാഷ്ലെസ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അടുത്തത് നികുതി ആനുകൂല്യങ്ങളാണ്. പ്രസവ പരിരക്ഷയ്ക്കായി അടച്ച പ്രീമിയങ്ങൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80D പ്രകാരം നികുതി കിഴിവുകൾ ലഭിക്കും. വേറൊന്ന് ഗർഭകാല സങ്കീർണതകൾക്കുള്ള കവറേജ്, അതായത് ചില പോളിസികളിൽ എക്ടോപിക് ഗർഭം, ഗർഭകാല പ്രമേഹം തുടങ്ങിയ സങ്കീർണതകൾക്കുള്ള കവറേജ് കൂടി ഉൾപ്പെടുന്നു. ഈ പ്രസവ ആനുകൂല്യങ്ങളുള്ള ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. സ്വകാര്യ ആശുപത്രികളിലെ പ്രസവ ചെലവുകൾ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയോ അതിൽ കൂടുതലോ ആകാം. പ്രസവ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ ചെലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ സാരമായി തന്നെ ബാധിക്കും. പ്രസവ മെഡിക്കൽ ഇൻഷുറൻസ് നേരത്തെ എടുക്കുന്നത് വഴി ഇൻഷുറൻസ് കമ്പനികൾ നിഷ്കർഷിക്കുന്ന 2 മുതൽ 4 വർഷം വരെ നീളുന്ന വെയിറ്റിംഗ് പീരീഡിനെ മറികടക്കാം. സമഗ്രമായ പ്രസവ പരിരക്ഷ ഉണ്ടായിരിക്കുന്നത് മികച്ച ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും. ഇനി പ്രസവകാല ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്, അല്ലാത്തവ ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ഒന്ന് ആശുപത്രി ചെലവുകളാണ് ഉൾപ്പെടുന്നത്. മുറിവാടക, ഡോക്ടറുടെ ഫീസ്, മരുന്നുകൾ എന്നിവയൊക്കെ ഉൾപ്പെടും. പിന്നെ പ്രസവ ചെലവുകൾ, അതായത് സാധാരണ പ്രസവങ്ങൾക്കും സിസേറിയനുമുള്ള ചെലവുകൾ ഉൾപ്പെടും. പിന്നെ പ്രസവത്തിന് മുമ്പ് പ്രസവത്തിന് ശേഷമുള്ള പരിചരണം, അത് നേരത്തെ പറഞ്ഞിരുന്നു. കൺസൾട്ടേഷനുകൾ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ, അതിന്റെ തുടർ നടപടികൾ ഇതൊക്കെ ഉൾപ്പെടും. പിന്നെ നവജാത ശിശുവിനുള്ള പരിരക്ഷ, പരിമിതമായ കാലയളവിലേക്കുള്ള വാക്സിനേഷനും മെഡിക്കൽ ചെലവുകളും. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് പറയാം. ഫെർട്ടിലിറ്റി ചികിത്സകൾ, അതായത് IVF അല്ലെങ്കിൽ മറ്റു ഫെർട്ടിലിറ്റി ചികിത്സകൾക്കുള്ള ചെലവുകൾക്ക് പരിരക്ഷ ലഭിക്കില്ല. പിന്നെ മറ്റൊന്ന് ജന്മനാ ഉള്ള രോഗങ്ങൾ. ചില പോളിസികൾ നവജാത ശിശുവിന്റെ ജന്മനായുള്ള അവസ്ഥകൾക്കുള്ള കവറേജ് ഒഴിവാക്കുന്നു. പിന്നെ കാത്തിരിപ്പ് കാലയളവിനെ കുറിച്ചും അറിയണം. കാത്തിരിപ്പ് കാലയളവിൽ ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയില്ല. ഇത് സാധാരണയായി 24 മുതൽ 48 മാസം വരെയാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 2 വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി തീർച്ചയായും ഷെയർ ചെയ്യുക.